Hey students, we discussed about the volcano, earthquake, mountain ranges, Earth's layers, and about lithosphere. Then we have a second part of the lithosphere is continental drift hypothesis. What is it? Continental drift hypothesis. Alfred Wagner, who invented the continental drift. What he invented? He was a German meteorologist. Alfred Wagner was a German meteorologist, put forward the idea of continental drift in 1912. 1912 ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന ജർമ്മൻ മെറ്റീരിയോളജിസ്റ്റ് ആണ് ആൽഫ്രഡ് വാഗ്നർ. What he have invented, he argued that million years ago, all the present day continents were a single unit, forming a supercontinent named Pangaea. You know, about million years ago, these 7 continents were a single one, a supercontinent. It called as Pangaea, and which encircled by an ocean called Panthalassa. Okay, Pangaea and Panthalassa. So Pangaea is a continental area, Panthalassa is an oceanic area. Is covered by the ocean. Wagner believed that over millions of years, the continental portions drifted over the ocean's floor, forming the present continents. അപ്പം ഈ കോണ്ടിനെന്റ്സ് എന്താണ് ഡ്രിഫ്റ്റ് ചെയ്തു, സ്പ്ലിറ്റ് ആയിപ്പോയി. ഈ വലിയ ഈ സൂപ്പർ കോണ്ടിനെന്റ് സ്പ്ലിറ്റ് ആയി ഓഷ്യൻസിന്റെ മുകളിലൂടെ നീങ്ങിയിട്ടാണ് പ്രസന്റ് കോണ്ടിനെന്റ്സുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞത്. വി ക്യാൻ സീ ദാറ്റ്. നമ്മളിപ്പോൾ ഉദാഹരണം ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാപ്പ് എടുക്കുക. ഓക്കെ, ഒരു മാപ്പ് എടുത്തിട്ട് നമ്മൾ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക, ഏഷ്യ, അതുപോലെ തന്നെ ഓരോ എല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഓരോ പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിങ്ങനെ യോജിപ്പിച്ച് വെച്ച് നോക്കിയാൽ ഓരോ ഗ്യാപ്പും ഫില്ല് ചെയ്തുകൊണ്ട് അതിങ്ങനെ കവർ ചെയ്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. So I think that has clear mention about the Alfred Wagner. Then what is the drift? There are different types of plate movements are there. Mainly 3 types of plate movements are we are discussing here. First one, that is divergent margin. Second one, convergent margin. And third one, transform margin. You can see from these 3 A, B, C pictures clearly what is divergent, what is convergent, what is transform. You can see that divergent margin. What is divergent margins? 2 planes. There are 2 planes are there. It's just splitting away from each other. That is divergent. Diversion ആയി പോകുന്നു. രണ്ട് ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ആരോ ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും. Second one is planes move towards each other. അല്ലേ, 2 പ്ലേറ്റ്സുകൾ തമ്മിൽ ഇങ്ങനെ വന്ന് കൂട്ടിയിടിക്കുന്നു. ദർ ഈസ് 2 പോസിബിലിറ്റീസ് ആർ ദർ. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഒരു അതിലേറ്റവും തിക്ക് കുറഞ്ഞ ബലം കുറഞ്ഞ പ്ലേറ്റ് ആണ്, അത് താഴോട്ട് പോയി ബലം കൂടിയത് മുകളിലോട്ട് വരുന്നു സംടൈംസ്. അല്ലെങ്കിൽ രണ്ടും ഒരേപോലെയുള്ളതാണെങ്കിൽ ഇങ്ങനെ കൂട്ടിയിടിച്ചിട്ട് ഇങ്ങനെ വരുന്നു. 2 കൺവേർജൻസ് മാർജിൻസ് ആർ ദർ. യു ക്യാൻ സി ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്, ഒരു പ്ലേറ്റ് ഇങ്ങനെ താഴോട്ട് പോകുന്നു, മറ്റൊരു പ്ലേറ്റ് ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്നു. അല്ലേ, ദാറ്റ് ഈസ് കൺവേർജൻ. രണ്ടും കൂടി കൺവേർജൻ ആയി വരുന്നു. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. രണ്ടും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. ഒന്ന് അങ്ങോട്ട് പോകുന്നു, ഒന്ന് ഇങ്ങോട്ട് പോകുന്നു. എന്തില്ല, രണ്ടും തമ്മിൽ ഇങ്ങനെ വിട്ടുപോകുന്നില്ല, അതുപോലെ തന്നെ രണ്ടും കൂടി ചേരുന്നില്ല. They are transforming each other. Then we can discuss each and every one. First one, convergent margin. രണ്ടും കൂടി കൺവെർജൻ ആകുന്നു. Plate moves towards each other. രണ്ടും കൂടി ചെയ്യുന്നു, പരസ്പരം വന്നിട്ട്. ഫോൾഡ് മൗണ്ടെയ്ൻസ് ആർ ഫോൾഡ് അലോങ് ദ കൺവെർജന്റ് മാർജിൻസ്. ഈ സ്ഥലത്താണ് ഫോൾഡ് മൗണ്ടെയ്ൻസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഫോൾഡ് മൗണ്ടെയ്ൻസ് ഉണ്ടാകുന്നത് രണ്ടും കൂടി ഇങ്ങനെ ഫോൾഡ് ആവുന്നു, എന്നിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്നു. ഫോർ എക്സാമ്പിൾ, ദ ഹിമാലയ ഈസ് എ ഫോൾഡ് മൗണ്ടെയിൻ റേഞ്ച് formed between Indian plate and Eurasian plate. Indian plate എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭാഗത്ത് ഉണ്ടായിരുന്നതാണ്. അത് യൂറേഷ്യൻ പ്ലേറ്റിൽ പോയി ഇടിച്ചു, ഇപ്പോഴും അത് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വി ടോക്ക് അബൌട്ട് ദ സ്പീഡ് ഓഫ് ദ പ്ലേറ്റ് മൂവ്മെന്റ്സ്, അല്ലേ, 2 to 12 centimeters per year ആണ്. അപ്പൊ ഈ ഹിമാലയൻ മൗണ്ടെയിൻ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഫോൾഡിങ് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. ഫോൾഡ് ചെയ്തിട്ടുണ്ടായതാണ്, നേരത്തെ ഉള്ളതല്ല. അപ്പൊ ഹിമാലയ എങ്ങനെ ഉണ്ടായത്, ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഉയർന്നു വരുന്ന സിസ്റ്റം. That is called faulting mountains. If there is any difference in
ഡെൻസിറ്റി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അലോങ് ദ കൺവെർജന്റ് മാർജിൻ. അപ്പോൾ കൺവെർജന്റ് മാർജിൻസിൽ രണ്ട് പ്ലേറ്റുകൾക്കും ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടെന്ന് വെക്കും. സോ ദ ഡെൻസർ പ്ലേറ്റ് വിൽ സബ്മേർജ് ദ അണ്ടർ ദ ലൈറ്റർ വൺ. അപ്പൊ നല്ല കട്ടിയുള്ള സാധനം മുകളിൽ കയറും, ലൈറ്റർ വൺ താഴോട്ട് പോകും. അതാണ് കൺവെർജന്റ് വൺ നമ്മൾ ഇങ്ങനെ കാണിച്ചു. ഓക്കെ, ദീസ് സോൺസ് ആർ കോൾഡ് സബ്ഡക്ഷൻ സോൺസ്. അതിന് സബ്ഡക്ഷൻ സോൺസ് ആണ്, അതായത് താഴെ പോകുന്ന ഭാഗം സബ്ഡക്ഷൻ ആയി പോവാണ്, മറ്റേത് ഇങ്ങനെ ഉയർന്നത്. ഓഷ്യൻ ട്രെഞ്ചസ് എവർ ആർ ഡെവലപ്ഡ് ബൈ ദ സബ്ഡക്ഷൻ സോൺസ്. ഓഷ്യൻ ട്രെഞ്ച്, അതായത് ഓഷ്യന്റെ ട്രെഞ്ചുകളിലുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ സബ്ഡക്ഷൻ സോൺസ് ഉണ്ടാകുന്നത്. The Challenger Deep in the Pacific Ocean is an example. Challenger Deep, Pacific Oceaniലുള്ള Challenger Deep എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഈ സബ്ഡക്ഷൻ സോൺസ് ഒരു എക്സാമ്പിൾ ആണ്. എന്താണ് ഈ സബ്ഡക്ഷൻ സോൺ? ശരിക്കും നമുക്ക് ഈ പിക്ചറിൽ നല്ല കണ്ടില്ലേ, അടിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, മാഗ്മ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ മേലെ അസ്തനോസ്ഫിയർ, അതിന്റെ മേലെ നമ്മളെ പറഞ്ഞ ലിത്തോസ്ഫിയർ. ആ ലിത്തോസ്ഫിയർ പ്ലേറ്റ്സ് എന്ത് ചെയ്യുന്നു, രണ്ടും കൂടി വന്ന് വരുന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒന്ന് താഴോട്ട് പോകുന്നു അല്ലെ, അതായത് ലൈറ്റർ വൺ താഴോട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു, ഡെൻസർ വൺ മുകളിലോട്ട് വരുന്നു. ആ പോയിന്റ് അഥവാ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ സൈഡിലും കാണാം, ആ സൈഡിൽ രണ്ട് സബ്ഡക്ഷൻ സോൺസ് കാണാം. അതിന്റെ ഇടയ്ക്ക് ഒരു ഫോൾട്ട് മൗണ്ടെയിനിങ്, ന്യൂ ഓഷ്യൻ ഫ്ലോർ വരുന്ന കണ്ട, അതിന്റെ നടക്ക് ഇങ്ങനെ കയറി വരുന്ന കണ്ട. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പിക്ചർ എക്സ്പ്ലെയിൻസ്. Then fault mountains. What is fault mountains? The rocky layers may undergo folding due to the compression of the lithospheric plate. രണ്ട് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് വളരെ കംപ്രഷൻ ആയിട്ട് വരുന്നു. അവിടെ ആ കൺവെർജന്റ് മാർക്സിൽ എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ റോക്ക് ലേയേഴ്സ് ഉണ്ടാവും. ഓക്കെ, എങ്ങനെയാണ് റോക്ക് ലേയേഴ്സ് ഉണ്ടാവുന്നത്? അടിയിൽ നിന്നുള്ള മാഗ്മ, അസ്തനോസ്ഫിയറിനും മാന്റിൽസ് നിന്നുമുള്ള മാഗ്മ അതിനിടയിലൂടെ കയറി വന്നിട്ട് തുറഞ്ഞ് അതെന്തായി മാറുന്നു, റോക്കായി മാറുന്നു. മൗണ്ടൻ റേഞ്ചസ് സോ ഫോർംഡ് ആസ് ഫോൾട്ട് മൗണ്ടൻസ്. ഇതാണ് ഫോൾട്ട് മൗണ്ടൻസ് എന്ന് പറയുക. ഹിമാലയ, ആൽപ്സ്, ആൻഡേഴ്സ്, അറ്റ്ലസ് ആർ ദ എക്സാമ്പിൾ ഓഫ് ദ ഫോൾട്ട് മൗണ്ടൻസ്. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പിക്ചറിൽ നമ്മൾ കാണിച്ചതുപോലെ തന്നെ ഹിമാലയയും അതുപോലെ തന്നെ ആൻഡസും അറ്റ്ലസും ആൽപ്സും എല്ലാം ഫോൾട്ട് മൗണ്ടൻസ് ആണ്. അതുകൊണ്ട് ആ മലകൾ ഇപ്പോഴും എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. സെക്കൻഡ് വൺ ഇസ് ഡൈവേർജൻസ് മാർജിൻ. പ്ലേറ്റ് മൂവ് അവേ ഫ്രം ഈച്ച് അതർ. ഒരു പ്ലേറ്റ് മറ്റൊരു നിന്ന് അകന്നു പോകുന്നു. അപ്പൊ ഇത് ഇങ്ങനെ അകന്നു പോകുമ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. അപ്പൊ ഈ മാഗ്മ കംസ് ഔട്ട് ത്രൂ ദ ഗ്യാപ്പ്. ആ ഗ്യാപ്പിലൂടെ എന്ത് ചെയ്യുന്നു, മാഗ്മ കംസ് ഡ്യൂ ടു ദ ഡൈവേർജൻസ് ഓഫ് പ്ലേറ്റ്സ്. രണ്ട് പ്ലേറ്റ് രണ്ട് ഭാഗത്ത് പോകുമ്പോൾ ഇടയിൽ ഗ്യാപ്പ് വരുന്നു, അറ്റ്മോസ്ഫിയറിലൂടെ എന്ത് ചെയ്യുന്നു, മാഗ്മ കയറി വരുന്നു. ആൻഡ് സോൾട്ടിഫൈസ് ടു ഫോം മൗണ്ടെയിൻസ്. അങ്ങനെയും മൗണ്ടെയിൻസ് ഉണ്ടാകും, അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ കയറി വന്നിട്ട് മൗണ്ടെയിൻസ് ഉണ്ടാവും. This type of mountains called as mid-oceanic ridges എന്നാ പറയാം. അതിന് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്നാണ് നമുക്ക് പറയാം. ഈ പിക്ചറിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ അത് കറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. രണ്ട് ഭാഗത്ത് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു, മാഗ്മ റൈസസ്. അതിനിടയിലൂടെ മാഗ്മ ത്രൂ ദ ഫ്ലെയിംസ് അല്ലെ, അതിനിടയിലൂടെ നിന്ന് മാഗ്മ ഇങ്ങനെ കയറി വരുന്നു അല്ലെ. എന്നിട്ട് അവിടെ നിന്ന് രണ്ട് ഭാഗത്ത് നീങ്ങി പോകുന്നു, അവിടെ ഒരു പുതിയൊരു ഓഷ്യൻ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെ. A 14,000 kilometer long north-south oriented mountain range has been formed by the ocean and Atlantic Ocean. Atlantic Oceanൽ 14,000 കിലോമീറ്ററിൽ വരുന്ന നോർത്ത് സൗത്ത് റീജിയനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ന്യൂ ഓഷ്യാനിക് ഫ്ലോർ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഡൈവേർജൻസിലൂടെ. ദിസ് മൗണ്ടൻ റേഞ്ചസ് നോൺ ആസ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്നാ പറയാം. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയും. Has been formed as a result of divergence of the African plate and South American plate. അതായത് ആഫ്രിക്കൻ പ്ലേറ്റ് അങ്ങോട്ടും പോയി, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ് ഇങ്ങോട്ടും പോയി. അപ്പൊ അതിൻ്റെ ഇടയിൽ നിന്നും ഒരു പുതിയ റിഡ്ജ് ഉണ്ടാകുന്നു. അതിലൂടെ മാഗ്മ ഉയർന്നു വന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു മൗണ്ടെയിൻ റേഞ്ച് ഉണ്ടാകും. ഓഷ്യാനിക് ഫ്ലോറിലാണ് ഇത് ഉണ്ടാവുന്നത്. അവിടെ ഒരു മൗണ്ടെയിൻ ഉണ്ടാകുന്നു, രണ്ട് ഭാഗത്തോട് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നു. ഓക്കെ, ഇനി സ്ലീപ്പ് ഫോർ സ്പ്രെഡിങ് ആൻഡ് ദ ഏജ് ഓഫ് ദ റോക്സ്. അതാണ് പറയുന്നത്. New ocean floor continuously being created as a result of magma that's come out through the divergence masses and solidifying along the edges of the plates. നമ്മൾ പറഞ്ഞു അല്ലേ, രണ്ട് ഭാഗത്തോട്ട് ഡൈവേർജന്റ് ആയി പോകുന്നു, ഇടയിലൂടെ മാഗ്മ കയറി വന്ന് പുതിയ പുതിയ മൗണ്ടെയിൻ ഫ്ലോർസ് ഉണ്ടാവുന്നു. This result the phenomena known as sea floor spreading. Sea floor എന്ത് ചെയ്യുന്നു, സീയുടെ ഉപരിതലത്തിൽ സ്പ്രെഡ് ആയി അല്ലേ. This is the reason that the rocks older than 200 million years are absent along sea floor. But it has been discovered that the most of the continents are older than 2,000 million years. അപ്പോൾ അവിടെ എന്താണ്, റോക്സിന്റെ പ്രായം കണക്കാക്കുന്നത് ഈ വരുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ചിലപ്പോൾ 200 million years ആയിരിക്കും, 2,000 million years ആയിരിക്കും. ഇവിടെ നമുക്ക് സീ ഫ്ലോർ സ്പ്രെഡിങ് ശരിക്കും നമുക്ക് വ്യക്തമായിട്ട് കാണാം. രണ്ട് ഭാഗത്തെ കോണ്ടിനെന്റ് ഉണ്ട്, അതിനിടയിൽ സീ ഉണ്ട്. ആ സീന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, ആ ഓഷ്യാനിക് ക്രസ്റ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും, രണ്ട് ഭാഗത്തുണ്ട് അല്ലെ.
അപ്പർ മാൻറ്റിൽ അവിടെ കാണാം ഇതിലൂടെ മാഗ്മ ഇങ്ങനെ കയറി വരുന്നു, അവിടെ സ്പ്ലിറ്റ് ആയി പോകുന്നു. ഈ മാഗ്മ കയറി വന്നിട്ട് അവിടെ നിന്ന് ഒരു സീ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനാണ് സീ ഫ്ലോർ സ്പ്രെഡിങ്, രണ്ട് ഭാഗത്തും സ്പ്രെഡ് ആയി പോകുന്നു. ഓക്കെ, ഡൈവേർജന്റ് ബൗണ്ടറി അവിടെ മിഡ് ഓഷ്യൻ റീജസ് എങ്ങനെയാണ് പ്രോസസ്, അതിന്റെ പ്രോസസ് എങ്ങനെയാണെന്ന് പറഞ്ഞത്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഹോട്ട് മാൻഡിൽ റോക്ക് റൈസസ്. അവിടെ നിന്നു മാൻഡിലിന്റെ നല്ല ചൂടുള്ള റോക്ക് ഇങ്ങോട്ട് പൊങ്ങും, കണ്ടില്ല, അസ്റ്റനോസ്ഫിയർ നല്ല ചൂടുള്ള റോക്ക് പൊങ്ങി വരുന്നത്. അപ്പം മെൽറ്റ് ഫോം അണ്ടർ ദ ലിത്തോസ്ഫിയർ, അവിടെ മെൽറ്റ് ആവും. ലിത്തോസ്ഫിയറിന്റെ താഴെയുള്ള ക്രസ്റ്റ് അഥവാ ഉറച്ചു നിൽക്കുന്ന സ്ഥലം മെൽറ്റ് ആവും. മെൽറ്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗത്തോട്ട് നീങ്ങുമല്ലോ, കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ സാധനം നിൽക്കുന്നു, അപ്പൊ മെൽറ്റ് ആവും. മാഗ്മ റൈസസ് ഇൻ ടു ദ മാഗ്മ ചാമ്പർ. മാഗ്മ എന്ത് ചെയ്യുന്നു, ഉയർന്നു വരുന്നു. ഇൻ ക്രസ്റ്റ് ആൻഡ് ഇൻജെക്റ്റഡ് ആസ് ഡൈക്ക്, ഒരു ഡൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിന്റെ കുഴല് പോലെ എന്ത് ചെയ്യുന്നു, അത് ഇൻജെക്ട് ചെയ്തിട്ട് മുകളിലോട്ട് കയറുന്നു. ഫോമിങ് ന്യൂ ക്രസ്റ്റ്, അവിടെ നിന്ന് ഒരു പുതിയ ക്രസ്റ്റ് ഉണ്ടാവും. The fourth one, lava erupts into the ocean floor adding to the crust. ഈ മാഗ്മ എന്തായി വന്ന് ഏറ്റവും മുകളിൽ എത്തുമ്പോൾ അത് പുറത്തോട്ട് വരുന്ന ലാവയായിട്ടാണ്. അപ്പൊ ഈ ലാവ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് വരുന്നു. പ്ലേസ് മൂവ് അപ്പാർട്ട്, രണ്ട് ഭാഗത്തോട്ട് നീങ്ങുന്നു, പിന്നെ അത് കൂളാവുന്നു, തിക്കണം. അപ്പൊ അവിടെ ചെയ്തു ശരിക്കും ഒരു മൗണ്ടെയിൻ ഉണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അതായത് മാന്റിൽ എന്ത് ചെയ്യുന്നു, മാന്റലിന്റെ റോക്ക് ചൂടായിട്ട് അത് ഉയരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ലിത്തോസ്ഫിയർ മെൽറ്റ് ആവും. ആ ലിത്തോസ്ഫിയർ മെൽറ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാഗ്മ അതിലൂടെ കയറി പുറത്തോട്ട് വരുന്നു. അത് ഒരു ഡൈക്ക് എന്ന് പറഞ്ഞാൽ സിയാൽ ഡൈക്ക് എന്ന് പറഞ്ഞാൽ പൈപ്പ്, ഒരു കുഴലാണ്, ഒരു കുഴലുണ്ടാവുന്നതാണ് നടുവിലൂടെ ഒരു കുഴൽ. ആ കുഴലിലൂടെ നിന്ന് മാഗ്മ കയറി വന്ന് ലാവയായി മാറുന്നു, അത് പുറത്തോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, അത് അവിടെ എന്ത് ചെയ്യുന്നു, കോളാവുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, അതൊരു തിക്കൻ, അത് ഉറഞ്ഞ സ്ഥലമായി മാറുന്നു. അങ്ങനെയാണ് എന്താകുന്നത്, പിന്നെ ഈ സ്പ്രെഡിങ്, സീ ഫ്ലോർ സ്പ്രെഡിങ് ഉണ്ടാവും. ദെൻ ഡൈവേർജന്റ് ബൗണ്ടറി ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഹീറ്റ് റൈസിംഗ് ഇൻ മാന്റിൽ കോസസ്, മാന്റിൽ ഹീറ്റ് കൂടിയാൽ എന്താ ഉണ്ടാവുക, ഹോട്ട് മാന്റിൽ റോക്ക് റൈസ്, ചൂടുള്ള എന്ത് ചെയ്യുന്നു, മാന്റിൽ റോക്ക് എന്ത് ചെയ്യുന്നു, ഉയരുന്നു. മെൽറ്റ് ടു ഫോം ബിനീത് ദ ലിത്തോസ്ഫിയർ, ലിത്തോസ്ഫിയറിന്റെ താഴെ എന്ത് ചെയ്യുന്നു, അത് മെൽറ്റ് ചെയ്യുന്നു, അത് ലിക്വിഡ് ആക്കി മാറ്റുന്നു. എന്നിട്ടോ മാഗ്മ റൈസ് ചെയ്യുന്നു, ഉയർന്നു വരുന്നു. ആൻഡ് സോൾട്ടിഫൈ ഫോമിംഗ് ഓഷ്യൻ ക്രസ്റ്റ് ഉണ്ടാക്കുന്നു. പ്ലേസ് മൂവ് അപ്പാർട്ട്, അല്ലേ, കൂൾ ആൻഡ് തിക്കൻ, സെയിം പ്രോസസ്. The next one is transform margin. What is transform margin? The plates slide past each other. ഒരു പ്ലേറ്റ് അങ്ങോട്ടും ഒരു പ്ലേറ്റ് ഇങ്ങോട്ടും പോകുന്നു. ട്രാൻസ്ഫോം മാർജിൻസ്, അതിന് ഷിയർ മാർജിൻസ് എന്ന് പറയും. ലാൻഡ് ഫോംസ് ആർ നോട്ട് ജനറലി ക്രിയേറ്റഡ് അലോങ് ദ മാർജിൻസ് വേർ ദ പ്ലേറ്റ് സ്ലൈഡ് പാസ് ഈച്ച് അതർ. അവിടെ പ്രത്യേകിച്ച് ഒരു ലാൻഡ് മാസ് ഉണ്ടാവുന്നില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പാസ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ അകന്നു പോകുന്നില്ല, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നില്ല, അടുത്ത് വരുന്നില്ല. അതുകൊണ്ട് അവിടെ ബട്ട് സച്ച് മാർജിൻസ് ആർ ഫോൾട്ട് സോൺസ് എന്ന് പറയും. ഫോൾട്ട് സോൺസ്. The San Andreas fault zone in North America is an example. San Andreas, North America, San Andreas is an example. As these plate margins are weaker than other areas, such margins are generally vulnerable to earthquakes, volcanoes and faults. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് പൊതുവേ എന്താണ്, അതൊരു വീക്കർ സോൺ ആയിട്ടാണ് അതായത് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ അവിടെ എർത്ത് ഭൂകമ്പം, വോൾക്കാനോ, അതുപോലെ തന്നെ ഫോൾട്സ്, അതിന് സാധ്യത കൂടുതലാണ്. ഈ പിക്ചറിൽ നമുക്ക് കാണാം സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് സോൺ ആണ് കാണിക്കുന്നത്, അല്ലെ. അവിടെ പുതിയൊന്നും ഉണ്ടാവുന്നില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു സ്ലൈഡിംഗ് ആണ് നമുക്ക് അവിടെ ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നത്. Then as these place margins are weaker than other areas, അതായത് മറ്റുള്ള അഥവാ പിന്നെ കൺവെർജൻസ് സോൺസിനേക്കാളും ഡൈവേർജൻസ് സോൺസിനേക്കാളും വീക്ക് ആണ് എന്ത്, ട്രാൻസ്ഫോം സോൺ ആർ ജനറലി വൾനറബിൾ ടു എർത്ത്ക്വേക്ക് ആൻഡ് വോൾക്കാനോസ്, ഫോൾസിനുള്ള സാധ്യത കൂടുതലാണ്. The major relief features of the Earth's surface, such as fault mountains, plates, volcanoes, as a result of plate movements. അപ്പൊ നമ്മളിവിടെ മൗണ്ടെയിൻ ഉണ്ടാകുന്നത്, എർത്ത് ഉണ്ടാകുന്നത്, വോൾക്കാനോ ഉണ്ടാകുന്നത് എല്ലാം, ഈവൻ സുനാമി അടക്കം ഉണ്ടാകുന്നത് എന്താണ്, പ്ലേറ്റ് മൂവ്മെന്റ്സിലൂടെയാണെന്ന് നമുക്ക് കാണാം. അപ്പൊ എർത്ത് മൂവ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ്, എൻഡോജനിക് മൂവ്മെന്റ്സും ഉണ്ട്, എക്സോജനിക് മൂവ്മെന്റ്സും ഉണ്ട്. അത് തന്നെ ഡിയാസ്ട്രോഫിക് മൂവ്മെന്റ് ഉണ്ട്, സഡൻ മൂവ്മെന്റ് ഉണ്ട്. ഈ സഡൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് കറപ്ഷൻ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്, എർത്ത് ക്വേക്ക് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. പിന്നെ ഡിയാസ്ട്രോഫിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് മൂവ്മെന്റ്സ്, നമ്മൾ പറഞ്ഞു മൈന്യൂട്ട് സെന്റിമീറ്റേഴ്സിൽ മാത്രമാണ് ഡിയാസ്ട്രോഫിക് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. എന്നാൽ സഡൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെരി സ്പീഡ് വോൾക്കാനിക് ആൻഡ് എർത്ത് ക്വേക്സ്. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ എർത്ത് സർഫേസ് ആർ ദ റിസൾട്ട് ഓഫ് സച്ച് എർത്ത് മൂവ്മെന്റ്സ്. അപ്പൊ നമ്മുടെ മുകളിൽ ഇപ്പൊ കാണുന്ന ലാൻഡ് ഫോംസിൽ മോസ്റ്റ് എന്താണ്, ഈ എർത്ത് മൂവ്മെന്റ്സിലൂടെ ഉണ്ടായതാണ്. As a result of the earth movements, some regions on the earth's crest are either raised or lowered. ഈ എർത്ത് മൂവ്മെന്റ്സിലൂടെ ചില ഏരിയകൾ താഴ്ന്നു പോയി, ചില ഏരിയകൾ ഉയർന്നു വന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പിന്നെ ഹിമാലയ ഉയർന്നു വന്ന ഏരിയ അല്ലേ.
ഓക്കെ, റൈസിംഗ് ഓഫ് ദ ക്രസ്റ്റൽ പോർഷൻസ് കോൾഡ് അപ്ലിഫ്റ്റ്. അതായത് ക്രസ്റ്റിന്റെ ഭാഗം ഉയർന്നു വരുന്ന സ്ഥലത്താണെങ്കിൽ ഇത് അപ്ലിഫ്റ്റ് എന്ന് പറയും. ലോവറിംഗ് ഓഫ് ദ ക്രസ്റ്റ് ഈസ് കോൾഡ് സബ്സിഡൻസ്. സബ്ഡക്ഷൻ സോൺ നമ്മൾ പറഞ്ഞു, എന്ത് ചെയ്തു, അടിയിലേക്ക് പോയി അല്ലേ. ഡെൻസ് ആയിട്ടുള്ള പ്ലേറ്റ് മുകളിലോട്ട് വന്നപ്പോൾ ലോവർ ആയിട്ടുള്ള പ്ലേറ്റ് താഴോട്ട് പോയത്, അപ്പോൾ അവിടെ സബ്ഡക്ഷൻ സോൺ എന്ന് പറഞ്ഞു, അതാണ് സബ്സിഡൻസ്. മറ്റേതോ ഉയർന്നു വന്ന സ്ഥലത്തിന് അപ്ലിഫ്റ്റ് എന്ന് പറയും. ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റാൻഡ് ദിസ് ഏരിയ. താങ്ക് യു.